അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഗ്രേസ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തരുന്നതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഗ്രേസ് സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. എൻ്റെ പേര് ഗ്രേസ് ജെ ദാസ് എന്നാണ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഞങ്ങൾ കുടുംബമായി ഇവിടെ തന്നെയാണ് താമസം, ഡൽഹിയിലാണ് താമസം. എനിക്കൊരു മകനുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു, മോനും ജോലി ചെയ്യുന്നു. വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ തക്കണം കർത്താവ് ഇതുവരെയും സഹായിച്ചു. എൻ്റെ നാട് കൊല്ലം അമ്പലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് ഇപ്പോൾ ഇല്ല, മാതാവുണ്ട്. 3 സഹോദരന്മാരും ഒരു സഹോദരിയുമാണ്. സഹോദരി കുടുംബമായി ദൈവവേലയിലാണ്. ഈ ഡൽഹിയിൽ തന്നെയാണ് മയൂർ വികാർ IPC ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ ഒരു പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവ് അവരെയും അത്ഭുതകരമായി നടത്തുന്നു. എൻ്റെ ഒരു ബ്രദർ ഡൽഹിയിലുണ്ട്. 2 സഹോദരന്മാർ നാട്ടിൽ തന്നെയാണ്. അവര് ഈ ദൈവിക അനുഭവങ്ങളിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായി യാക്കോബ സമുദായത്തിൽ തന്നെയാണ് ഇപ്പോഴും. എൻ്റെ മാതാവ് ഒരു TPM വിശ്വാസിയാണ്. എന്നാൽ ശാരീരികമായ അസ്വസ്ഥതകളും ഭാരങ്ങളും ഒക്കെ തന്നിലുണ്ട്. എങ്കിലും കർത്താവ് ഇത്രത്തോളം ക്ഷേമത്തോടെ നടത്തുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ മരിച്ചുപോയി എന്ന് എൻ്റെ മാതാപിതാക്കൾ വിധി എഴുതി. കാരണം അത്രമാത്രം രോഗത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയതാണ് ഞാൻ. ഒരു ഡോക്ടർമാർക്കോ മറ്റ് യാതൊരു ഭൗതിക വിഷയങ്ങൾക്കോ എന്നെ വിടുവിപ്പാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ, എൻ്റെ ശൈശവത്തിൽ തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കൾ എല്ലാവരോടും ചെന്ന് എൻ്റെ മരണവാർത്ത പറയുന്ന അനുഭവം. അപ്പോൾ വീട്ടിൽ വന്നവരെല്ലാം വളരെ വിഷമത്തോടെ കടന്നു വന്നു. എന്നാൽ ശ്രദ്ധിച്ചപ്പോൾ ചെറിയൊരു ജീവൻ എന്നിൽ ഉള്ളതായിട്ട് അവർക്ക് തോന്നി. പെട്ടെന്ന് തന്നെ പിന്നെയും ഒരു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ യാതൊരു വിധത്തിലും എനിക്ക് സൗഖ്യമില്ല, ഞാൻ കിടക്കിൽ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവിനെ ഇത്രത്തോളം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ നിൽപ്പാനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനും ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിക്കുവാൻ സിസ്റ്റർ എൽസി എന്ന് പറയുന്ന സഹോദരി, അമ്മാമ ഭയങ്കരമായിട്ടുള്ള ആത്മീക ശുശ്രൂഷകളും ദൈവിക കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി കൂടുതലായി ഉള്ള അനുഭവങ്ങളാണ് അമ്മാമയ്ക്ക്. ആ അമ്മാമയാണ് എന്നെ ഇതിലേക്ക്, ഈ അരോമ ടിവിയിലേക്ക് സ്വാഗതം ചെയ്തത്. ദേവദാസനും ആ അമ്മാമയ്ക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ശൈശവപ്രായം അങ്ങനെ ഒരു അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. എങ്കിലും ദൈവത്തിന് എന്നിൽ കൂടെ എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ, വളരെ പ്ലാനുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇന്നും എന്നെ ജീവനോടെ വച്ചിരിക്കുന്നതെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. കർത്താവ്, എന്താണ് എന്നെ ആ അനുഭവത്തിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഞാനും ദൈവവുമായിട്ട് വളരെ ആഴമേറിയെന്നല്ല, ഞാൻ എൻ്റെ ജഡികമായി നോക്കുമ്പോൾ ഞാൻ എൻ്റെ പിതാവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അമ്മയേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ പിതാവിനെയാണ്. ആ പിതാവിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതലായി ഒരു ഓർമ്മ കഴിഞ്ഞു. ഒരു കോളേജൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഫാദറിൽ നിന്ന് അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കൊരു സ്നേഹബന്ധം എൻ്റെ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ തക്ക ഇടയായി. കോളേജിൽ പഠിക്കുമ്പോഴല്ല, ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ദൈവത്തോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നി. ഞാൻ ദൈവവുമായിട്ട് അടുത്തിരുന്ന് വർത്താനം പറയും. ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ബൈബിള് വായിക്കുന്നത്, ബൈബിള് ഞാൻ എഴുതി
എഴുതി എഴുതി ബൈബിൾ വായിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളായിരുന്നു. എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, അപ്പ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന്. ഞാൻ ദൈവത്തിന്റെ മകളല്ലേ, ഞാൻ അപ്പന്റെ അടുത്ത് നിന്നല്ലേ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ വരുന്നത് എന്താണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ കർത്താവിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം വളരെയാണ്. ദൈവം തക്ക സമയത്ത് സകലതും നന്നായി ചെയ്യുന്ന ദൈവമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ആ ഒരു അനുഭവത്തിൽ കൂടെയാണ് ദൈവം എന്നെ നടത്തിയ. കഷ്ടതകൾ ഒരുപാടുണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി. അങ്ങനെ ഞാൻ 3-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ ചിലപ്പോഴൊക്കെ എൻ്റെ ഫാദർ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ ഇരുത്തുന്നത്. ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ എന്നെ എൻ്റെ ഫാദർ എടുത്തുകൊണ്ട് ഇരുത്തിയിട്ടാണ് പുള്ളി ജോലിക്ക് പോകുന്നത്. അത്രയൊരു അനുഭവങ്ങളാണ്. എന്നാൽ ഒരു ദിവസം എന്നെ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ ആ സ്കൂളിന്റെ അടുത്തുള്ള ഒരു ഡോക്ടർ, ഒരു ഒരു ആര്യ വൈദ്യശാലയാണെന്ന് തോന്നുന്നു, എനിക്കത് അത്ര ഓർമ്മയില്ല. അദ്ദേഹം വന്നിട്ട് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ മകളുടെ സൗഖ്യം പൂർണ്ണമായും മാറ്റിത്തരാം, പക്ഷെ നിങ്ങൾ അത് പറയുന്നത് പോലെ അനുസരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഡോക്ടർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ മാതാപിതാക്കൾ അത് എപ്പോഴും എന്നോട് പറയുന്നതാണ്, മരണത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത അനുഭവങ്ങളാണ്. അതുകൊണ്ട് നീ കാരണം ഞാൻ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യപ്പെടുമ്പോഴൊക്കെ അമ്മ പറയാറുണ്ട്, നീ അങ്ങനെ ദേഷ്യപ്പെടാൻ നിനക്ക് അവകാശമില്ല, കാരണം നിന്നെ ആ അനുഭവങ്ങളിൽ കൂടെയാണ് കൊണ്ടുവന്നതെന്ന് എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു. ആ അവസ്ഥകളിൽ നിന്നൊക്കെ എന്നെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ഉദ്ദേശമാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കോളേജ് ജീവിതത്തിൽ കടന്നു വന്നു. കോളേജ് ജീവിതമായപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തേക്ക്, എൻ്റെ അമ്മയുടെ വീടിന്റെ അടുത്തേക്ക് അവര് സ്ഥലം മാറി അങ്ങനെ വീട്ടിന്റെ അടുത്തേക്ക് വന്നു. എൻ്റെ വല്യമ്മച്ചിയുടെ രോഗ അവസ്ഥ. വല്യമ്മച്ചി ഒരു TPM വിശ്വാസിയായിരുന്നു. ഞാന് ആ TPM എന്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ആ TPM വിശ്വാസത്തിൽ തന്നെയാണ് നിന്നത്. എൻ്റെ ആ ആറാമത്തെ വയസ്സിൽ ഞാൻ പിന്നെ TPMലെ സൺഡേ സ്കൂൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ആക്റ്റീവായി പോവുകയും ആദ്യമായിട്ട് ഞാൻ 23-ാം സങ്കീർത്തനം കാണാതെ പഠിച്ച് അവിടെ നിന്ന് പറയാനെ കൊണ്ട് സൺഡേ സ്കൂളിന് പോവുകയാണ്. അന്നേരം ഭയങ്കര മഴയിൽ തന്നെ ഒരു തോട് കടന്നു വേണം സഭയിൽ ചർച്ചിലെത്തുമ്പം എന്നെ ഈ തോട് കടത്തുക. എനിക്ക് അന്നൊക്കെ ഭയങ്കര പേടിയാ തനിയെ പോകുമ്പോഴൊക്കെ. എൻ്റെ അമ്മ എന്നെ ഒരുക്കി വിടും, പക്ഷെ എൻ്റെ കൂട്ടത്തിൽ വരുവാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വേണം പോകാന്. സഹോദരന്മാരും സഹോദരിയും ഉണ്ടെങ്കിലും പലപ്പോഴും അവര് മർത്തോമ സമുദായത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർ അവിടേക്കാണ് പോകുന്നത്. പക്ഷെ എൻ്റെ അമ്മ എന്നെ ഒരുക്കി വിടുന്നത് TPM സഭയിലേക്കാണ്. കാരണം എൻ്റെ അപ്പുറത്തൊരു വീട്ടുകാരുണ്ട്, അവര് TPM സഭയിലാണ്. അവരുടെ ആ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ പോകണം എന്നുള്ള ഒരു ദൈവിക നിശ്ചയമായിരിക്കാം തീർച്ചയായിട്ടും. ആ ഒരു നിശ്ചയത്തിലേക്ക് ദൈവം എന്നെ നയിച്ചു. അങ്ങനെ ഞാൻ 23-ാം സങ്കീർത്തനം കാണാതെ പഠിച്ചുകൊണ്ട് അവിടെ ചെന്ന്, പക്ഷെ ആ തോട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ട് ആക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ അപ്പോഴേ ഒരു അങ്കിൾ എന്റെ പുറയിൽ വന്നിട്ട് എന്നെ എടുത്ത് അവിടേക്ക് ആക്കി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ട് 6-ാമത്തെ വയസ്സിൽ എൻ്റെ 23-ാം സങ്കീർത്തനം ഞാൻ കാണാതെ പറഞ്ഞ അവിടെ അവർക്കെല്ലാവർക്കും ഭയങ്കര അതിശയമായി, സന്തോഷമായി. അന്ന് ഞാനൊരു ചെറിയൊരു കുഞ്ഞാണ്. അന്നേരം ഈ കുഞ്ഞ് ഇത്ര കാര്യമായുള്ള പഠിച്ചുകൊണ്ട് വന്ന് ഇത് പറയുവാൻ തക്കവണ്ണം അവളെ ശക്തിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര സന്തോഷം. അങ്ങനെ സൺഡേ സ്കൂളിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് എനിക്ക് പഠിക്കുവാനും എല്ലാം 1 തൊട്ട് 12-ാം ക്ലാസ് വരെയും എനിക്ക് ഫസ്റ്റിൽ തന്നെ പാസ്സാകുവാനും കർത്താവ് സഹായിച്ചു. അവിടെയൊക്കെ ഞാൻ സൺഡേ സ്കൂൾ നല്ലപോലെ പഠിച്ചു. കോളേജ് 8-ാം ക്ലാസ് ആയപ്പോൾ വളരെ ഒരു ഞങ്ങൾ TPM ആയതുകൊണ്ട് അന്നത്തെ ആ ശുശ്രൂഷകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്കും കണ്ടു നിൽക്കുവാൻ കഴിയത്തില്ല. തീ ഇറങ്ങി വരുന്ന അനുഭവമാണ് അന്നത്തെ ആത്മീക ശുശ്രൂഷകൾ എന്നൊക്കെ പറഞ്ഞാൽ. അന്ന് 5 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞങ്ങൾ 5 കുട്ടികളാണ് ഒരു ഏജിലുള്ള. ആ 5 കുട്ടികൾ ഞങ്ങള് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അനുഭവമല്ല. അന്ന് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഭയിൽ പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാൻ പോലുള്ള ആ അനുവാദമില്ല. വളരെ ശിക്ഷണത്തിലാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ആ ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതും. അപ്പം
പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമുള്ള, അതിനു മുന്നേ ദൈവത്തെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. മാനസാന്തരത്തിലേക്ക് വഴി നടത്തി എന്നെ സ്വന്തം രക്ഷിതാവായി, ഞാൻ കർത്താവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവരെല്ലാം കടന്നു വന്നിരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. അതിനു മുന്നേ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് ലഭിക്കുവാൻ ഇടയായി. എന്നാൽ അന്യഭാഷാ ഭാഷണത്തോടുകൂടെ ദൈവത്തിന്റെ ശക്തി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വളരെ ആഗ്രഹം, എന്റെ മാവി ഇങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാനത് വീട്ടിൽ വന്നിട്ട് അതിനെ വിവേചിച്ച് പറയും. എന്റെ മാവി ഇങ്ങനെയാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്നതെന്ന് ഞാനത് വിവേചിച്ച് എന്റെ വീട്ടിൽ പറയാറുണ്ട്. അപ്പം വീട്ടിൽ പറയാറുണ്ട്. അങ്ങനെ അമ്മ മാവിയാണ് എന്നെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്ത് ചർച്ചിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ആ മാവിയാണ്. മാവിയുടെ ത്രൂവിലാണ് ഞാൻ എന്റെ ഫാദറിന്റെ വീട്ടുകാരെല്ലാം TPM വിശ്വാസികളാണ്. 2 മാവിമാരും TPM വിശ്വാസികളാണ്. ആ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. ആ 8ാം ക്ലാസ് ആയപ്പോൾ ഇങ്ങനെ എട്ടാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ആ ദിവസം എനിക്ക് പരിശുദ്ധാത്മാവിന്റെ വളരെ അത്യന്ത ശക്തി എന്റെ മേൽ വ്യാപരിക്കുവാനും അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുവാനും തുടങ്ങി. എനിക്ക് തന്നെ അറിയത്തില്ല എത്ര ഇരിക്കുന്ന സ്ഥലം മറന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ചു അന്നത്തെ ദിവസം. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എല്ലാവരും പറയും സ്നാനപ്പെടുന്നതിന് മുൻപേ പരിശുദ്ധാത്മാഭിഷേകം ആർക്കും കിട്ടത്തില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. പരിശുദ്ധാത്മാഭിഷേകം നമ്മളുടെ ഹൃദയത്തിന്റെ വാഞ്ച അനുസരിച്ച് ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ ശക്തനായ ദൈവമാണ്. അതിനെ വാഞ്ചിക്കണമെങ്കിൽ മാത്രമേ നമ്മൾക്കതിനെ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. വാഞ്ചയുള്ളവർക്ക് മാത്രമേ ദൈവം അത് കൊടുക്കുകയുള്ളൂ. എന്നാൽ 8ാം ക്ലാസ്സിൽ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ഇടയായി. അങ്ങനെ ഞാൻ വളരെ ദൈവത്തോട് ഒത്തിരി അടുക്കുവാൻ, ദൈവവുമായിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഞാനത് ദൈവത്തോട് ഓടിച്ചെന്ന് പറയും. കർത്താവേ, അത് കണ്ടില്ലേ, എന്നെ അവര് വഴക്ക് പറയുന്നത് കേട്ടില്ലേ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെന്നെ ശകാരിക്കുന്നത് നീ കണ്ടില്ലേ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. കാരണം ഞാൻ ദൈവവുമായിട്ട് എപ്പോഴും ഇപ്പോഴാണെങ്കിലും അപ്പ എന്റെ അടുത്തിരിക്കും, ഞാൻ അങ്ങയോട് ഒത്തിരി സംസാരിക്കുവാനുണ്ടെന്ന് ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. ആ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞു കോളേജിലേക്ക് ഞാൻ കടന്നു വന്നു. കോളേജിൽ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളവളാണ്, നീ ദൈവവേലയ്ക്ക് ഇറങ്ങണം. അപ്പം എനിക്ക് കോളേജിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്റെ അമ്മാച്ചനാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ, കാരണം എന്റെ ഫാദറിന് അത്ര കഴിവോ കാര്യങ്ങളോ ഇല്ല, സാമർഥ്യമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മാച്ചനാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തത്. അന്നേരം അമ്മാച്ചൻ പറഞ്ഞു, ഇല്ല, അവള് പഠിക്കുവാൻ ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് അവളെ പഠിക്കുവാൻ തന്നെ വിടണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, അവൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, അതുകൊണ്ട് അവളെ ദൈവവേലയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. അന്നേരം അമ്മാച്ചൻ അതിന് ഇഷ്ടമല്ല. കാരണം അവരൊക്കെ യാക്കോബായ സമുദായത്തിൽ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ആ ഒരു കാര്യങ്ങളിലേക്ക് വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ കോളേജിൽ പോകാതൊക്കെ 2-3 മാസം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ അമ്മയുടെ അനിയത്തി വന്ന് പറഞ്ഞു, നീ എന്തിനാണ് ഇവളെ ഇങ്ങനെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്, ഇവളെ ഒന്നേ നീ കോളേജിലേക്ക് വിട് എന്ന് അമ്മയോട് പറഞ്ഞു. അന്നേരം അങ്ങനെ ഞാൻ ചെന്ന് കോളേജിൽ അഡ്മിഷൻ എടുത്തു. കോളേജിൽ പോയി. എന്റെ മാവിയുടെ മോടെ വീട്ടിൽ നിന്നാണ് എനിക്ക് കോളേജിൽ പോകുവാനിടയായത്. അങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ വളരെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് അവിടെ എന്റെ മാതാവിന്റെ അമ്മയ്ക്ക് ഭയങ്കര കാരണം ഒരു സൈഡ് പാരലൈസ് ആയിട്ടിരിക്കുന്ന അനുഭവമാണ്. അവരെ നോക്കണം, അവരെ കുളിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള. എന്റെ അമ്മാച്ചന്റെ ഒരു മോളുണ്ട്, ഞങ്ങൾ രണ്ടുപേരെ ഏജ് ഉള്ളവരാണ്. അങ്ങനെ ഞാനും അവളും കൂടെ അമ്മയെ കുളിപ്പിക്കുകയും അമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയം. കാരണം ശനിയാഴ്ചയൊക്കെ അവധിയാവുമ്പോൾ ഞാൻ ഒന്നിൽ വെള്ളം തിളപ്പിച്ചിട്ട് അവള് കുളിപ്പിക്കും, അല്ലെങ്കിൽ അവള് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ കുളിപ്പിക്കും. അങ്ങനെയുള്ള അനുഭവമാണ്. ഒരു ദിവസം അമ്മയുടെ അടുത്ത് അമ്മ രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും അതുപോലെ അമ്മയെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തി പാട്ടുപാടി പ്രാർത്ഥിപ്പിക്കുന്ന ആ അവസ്ഥ. കാരണം അന്ന് അമ്മയുടെ മരണം, വല്യമ്മച്ചിയുടെ കാര്യമാണ് പറയാൻ. വല്യമ്മച്ചി മരണത്തിന്റെ അന്ന് വരെയും വളരെ പ്രത്യാശയുള്ളവളായി പാട്ടുപാടി പ്രാർത്ഥിച്ച്
എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് കൈ പിടിച്ചു പോകേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ചെയ്യുകയും അമ്മയുടെ ചോറ് വാരി കഴിക്കുന്ന കാര്യം തന്നെയാണെങ്കിലും അമ്മയ്ക്ക് വാരി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് കേൾക്കത്തില്ല. കാരണം എന്റെ അമ്മയേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയോട്, എന്നെ വലിയമ്മച്ചിയോട് കൂടുതലായി സ്നേഹം. കാരണം ഞാൻ ഞങ്ങളൊക്കെ എവിടെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നത് വരെ അമ്മ ഇങ്ങനെ ആ കട്ടിലിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും, ഞങ്ങളുടെ മുഖം കാണുന്നത് വരെ. അങ്ങനെയാണ് ഞങ്ങളുടെ വല്യമ്മച്ചി ഞങ്ങളോട് കാണിക്കുന്നത്. അന്നേരം ആ അമ്മയോട് ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾക്ക്. അന്നേരം ഒരു ദിവസം എന്നെ ഞാനിങ്ങനെ കിടന്ന് രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ആ സഹോദരി, കസിൻ സഹോദരിയും കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്, ഞാനും എൻ്റെ ആ വല്യമ്മച്ചിയും കൂടെ ഭയങ്കര ഒരു യാത്രയ്ക്ക് പോവുകയാണ്. യാത്രയ്ക്ക് പോയപ്പോഴേ പോയി വളരെ ദൂരെ സഞ്ചരിച്ചു. വളരെ ദൂരെ സഞ്ചരിച്ചപ്പോ ഭയങ്കര ഒരു ബസ്, വലിയൊരു ബസ് കടന്നു വന്നു. പെട്ടെന്ന് അമ്മ അതിനകത്ത് കയറി. ഞാൻ അതിനകത്ത് കാലെടുത്ത് വെക്കാൻ സ്റ്റെപ്പ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അമ്മ അതിനകത്ത് കയറിയിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഞാൻ നിന്നെ പിന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം, ഞാൻ പോകുവാണെന്ന് പറഞ്ഞു അമ്മ അങ്ങ് പോയി. അപ്പോഴേ അമ്മ എന്നെ കൂടെ കൊണ്ടുപോകും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പിന്നെ വന്ന് നിന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു വണ്ടി വിട്ടങ്ങ് പോവുകയും ചെയ്തു. ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു അമ്മയെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എന്നാ മോളെ എനിക്ക് പോകാറായി കാണും എന്ന് അമ്മ പറഞ്ഞു. എന്റെ കസിൻ സിസ്റ്ററിന്റെ പേര് ജെസ്സി എന്നാണ്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, ജെസ്സി എടി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അതൊക്കെ വെറുതെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഞാൻ വെള്ളം തിളപ്പിച്ച് അമ്മയ്ക്ക് കുളിക്കാൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, മോളെ അമ്മയെ ഞാൻ ഒത്തിരി നേരമായല്ലോ വന്നിട്ട്, ഞാൻ പോട്ടെ അമ്മച്ചി, എന്റെ അമ്മ എന്നെ വഴക്ക് പറയത്തില്ല അമ്മ ഞാൻ ഇത്ര നേരം ഇവിടെ വന്നിരുന്നതിന് എന്ന് പറഞ്ഞു. കാരണം എന്റെ അമ്മയുടെ വീട്ടിലാണ്, വലിയ വീട്ടിലാണ്. അന്നേരം ഞാൻ അങ്ങ് വീട്ടിൽ ചെന്ന് കേറിയില്ല. അതിനു മുന്നേ അമ്മയെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് അമ്മയെ കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റിയപ്പോൾ തന്നെ അമ്മയുടെ BP ഹൈ ആയിട്ട് അമ്മ താഴെ വീണിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കയറി വാതിലിൽ എൻ്റെ ആ തിണ്ണയിലിരുന്ന അമ്മയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ആള് വന്നു, അമ്മയെ കാണണം, അമ്മ വല്യമ്മച്ചി വിളിക്കുന്നു, അമ്മയെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പെട്ടെന്ന് ഇരുന്ന ഇരിപ്പിൽ ആ ഇരിക്കുന്ന ഡ്രസ്സോട് കൂടി തന്നെ അമ്മ ഓടിപ്പോയി അമ്മയെ കാണുവാൻ ചെന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് ബോധമില്ല. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കാറ് പിടിച്ച് കൊണ്ടുപോകാൻ ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞു ഉടൻ തന്നെ അമ്മ മരിക്കുവാൻ തക്കോണടയായി. അപ്പം എന്നെ കാണിച്ചത് ഇതാണ്, അമ്മ പോകും, പക്ഷെ എനിക്ക് പോകുവാൻ കഴിഞ്ഞില്ല. ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ വേദനകളുടെ സമയത്ത് ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അമ്മേ നിങ്ങൾ എന്താ എന്നെ കൊണ്ടുപോകാൻ, ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നതൊന്നും കാണുന്നില്ല എന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. അതെന്റെ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അമ്മ എന്നെ കൊണ്ടുപോകാമെന്നല്ലേ പറഞ്ഞത്, എന്നെ എന്തേ വന്ന് കൊണ്ടുപോകാത്തതെന്ന് ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ ഉദ്ദേശം. ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നതും ദൈവത്തിന്റെ ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ കോളേജ് കഴിഞ്ഞു. എൻ്റെ സഹോദരി ഡൽഹിയിലാണ്. അങ്ങനെ സഹോദരിയുടെ വിവാഹത്തിന് നാട്ടിലേക്ക് വന്നു അങ്ങ് വിവാഹമൊക്കെ കഴിഞ്ഞ് അമ്മ പറഞ്ഞു, എന്നാല് ഇവളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മാമ്മയുടെ കൂട്ടത്തിൽ, ഒരു ഫാമിലി ആയിട്ടാണല്ലോ വരുന്നത്, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കടന്നു വന്നു. ഡൽഹിയിൽ തന്നെ ടൈപ്പ് ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ചു. ഒരു വർഷക്കാലം ഞാൻ ജോലിയില്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്നും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കർത്താവ് അവിടെ ഈ ഡൽഹിയിൽ കാല് കുത്തിയപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനിവിടെ ഒത്തിരി ഞാൻ കരഞ്ഞു, ഒരുപാട് ഞാൻ കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്കാം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുമരുത് എന്ന് ദൈവത്തിന്റെ വചനമാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാനത് കേട്ട് മുറുകെ പിടിച്ചുകൊണ്ട്, കാരണം ഞാൻ അത്രമാത്രം ദൈവത്തെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും എൻ്റെ മാത്രം ആ ദൈവം, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആരുടെയും ദൈവമല്ല, എൻ്റെ മാത്രമാണ് ദൈവം. അങ്ങനെ ഞാൻ ദൈവത്തോട് ഞാൻ ആ ഡൽഹി ജീവിതം നയിച്ചു. എന്നാൽ 1992 വളരെ കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ എനിക്ക് സ്വയം പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. കാരണം അന്ന് ആ 92-ൽ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു.
സ്വപ്നം കണ്ടത് ഇതാണ്. ഭയങ്കര കാടും മലയും മുള്ളുകളും ഉള്ള സ്ഥലം. എനിക്ക് എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ചപ്പലിടാതെ വെളിയിലോട്ട് ഇറങ്ങുന്ന സ്വഭാവമല്ല എന്റേത്. അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് എനിക്കുള്ളത്. അപ്പം എങ്ങനെ ഞാൻ ഈ കല്ലിലും മുള്ളിലും കൂടെ യാത്ര ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ പുറയിൽ വളരെ ഭയങ്കര ഭീമാകാരമായ ഒരു പക്ഷി, ഒട്ടകപ്പക്ഷിയുടെ അതേപോലെയുള്ള താടി. ഞാൻ അത് ഇന്നും എന്റെ മനസ്സിൽ നല്ല പോലെ ഓർക്കുന്നുണ്ട്. അത്ര ഒരു താടിയും ഭയങ്കര ഒരു കൊക്കും, അങ്ങനെയുള്ള ഒരു പക്ഷി എന്നെ പുറകിൽ ഇങ്ങനെ, കറുത്ത ഒരു പക്ഷി, എന്നെ ഭീമാകാരമായ ഒരു പക്ഷി എന്നെ പുറകിൽ ഇങ്ങനെ ഓടുകയാണ്. ഞാൻ അതെന്നെ പിടിക്കാനെ കൊണ്ടാണ് കൊത്തി കൊല്ലുവാനാണ് ഓടുന്നത്, എന്റെ പുറകെ വരുന്നത്. പക്ഷെ ഞാൻ അതിന് പിടി കൊടുക്കാതെ ഞാൻ ഓടുക. ഓടി 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 എനിക്ക് ഓടുവാൻ എനിക്കിനി ശക്തിയില്ല. ആ മുന്നിലൊരു വീടുണ്ട്, ആ വീട്ടിൽ ചെന്ന് എനിക്ക് കയറണം. അവിടെ ചെന്ന് ഞാൻ കേറിയപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ എന്നോട് ചോദിക്കുന്നു, നീ എങ്ങനെ ഈ കല്ലിലും മുള്ളിലും കൂടെ ഓടി ഇതിനകത്ത് കയറി വന്നു എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഓടി കയറി വന്നെന്ന്. പക്ഷെ ഞാൻ അവിടെ രക്ഷപ്പെട്ട് ആ ഒരു സങ്കേത നഗരത്തിലായി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ 92 എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കുവാൻ വയ്യാത്ത ഒരു വർഷമാണ്. അങ്ങനെ എനിക്ക് അത് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത്രമാത്രം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി മരിക്കുവാൻ ആഗ്രഹിച്ചു. ഇനി എനിക്ക് മരണമല്ലാതെ എന്റെ മുന്നിൽ ഒന്നുമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. മരിക്കുവാൻ നിശ്ചയിച്ചു. ഇത് ആരോടും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. മരിക്കുവാൻ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീടിന്റെ ഞങ്ങൾ താമസിക്കുന്ന, അന്നും എൻ്റെ സഹോദരിയുടെ കൂട്ടത്തിലാണ് ഞാൻ താമസിക്കുന്നത്. മരിക്കുവാനെ കൊണ്ട് ഞാൻ വീടിന്റെ പുറകിലേക്ക് പോയി. അന്നേരം എൻ്റെ എന്റെ റൂംമേറ്റ്സ് ഉണ്ട്. അവര് അടുത്തടുത്ത് താമസിക്കുന്ന റൂംമേറ്റ്സുകളുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഇവരൊന്ന് പോകണം, എനിക്കൊന്ന് മരിക്കണം എന്നുള്ള ചിന്തകളിൽ ഞാൻ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ അവിടെയും ദൈവം എന്നെ കൈവിട്ടില്ല. ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകും. ഭവനത്തിൽ വന്നപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അത്രമാത്രം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു. ഞാൻ രോഗിയായി തീർന്നു. കാരണം എനിക്കറിയത്തില്ല, എനിക്കിട്ട് ഡൽഹി ജീവിതം എനിക്ക് ശാശ്വതമല്ല, അനുകൂലമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ രോഗിയായി തീർന്നു. വളരെ രോഗത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത്, നീ കാലാളുകളോട് ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നിന്ന് നിർഭയനായിരിക്കുന്നുവെങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യുമെന്നുള്ള ദൈവത്തിന്റെ വചനം എന്നോട് ശക്തമായി ഇടപെടുവാൻ തുടങ്ങി. ഞാൻ ഓടി വന്ന് എനിക്ക് ഞാൻ പോയ വഴിയിൽ ഞാൻ തളർന്നു വീണു. നാളെയിൽ കൂടെ, ആ സൈഡിൽ കൂടെ പോകുന്ന വഴിക്ക് ഞാൻ തളർന്നു വീണപ്പോൾ എൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടത്തിയോട് സഹോദരിയോട് ചെന്ന് പറഞ്ഞു, ഇവൾക്ക് സുഖമില്ല, ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കാരണം എഴുന്നേറ്റ് നിൽക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ അവൾ കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഓൾ ഇന്ത്യയിൽ കൊണ്ടുപോയി അവരെന്നെ മെഡിക്കലിൽ കാണിച്ചു. മെഡിസിൻ ഒക്കെ തന്നു. ഞാൻ സൗഖ്യമായി. ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ എന്നോട് ഇടപെട്ടത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഉദ്ദേശം. കാരണം എൻ്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞത്, നീ ദൈവവേലയ്ക്ക് ഇറങ്ങേണ്ടവളാണ്, നീ മറ്റുള്ള അനുഭവങ്ങളിലേക്ക് പോകേണ്ടവളല്ല എന്നുള്ള ആ ഒരു വേർഡ് എന്റെ ഹൃദയത്തിൽ വളരെ ആഴമായി ടച്ച് ചെയ്തു. കാരണം ഞാൻ അന്ന് ദൈവവേലയ്ക്ക് ഇറങ്ങിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് ഈ അനുഭവം ഇല്ലായിരുന്നല്ലോ. കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. കർത്താവ് തീർച്ചയായിട്ടും അത് ക്ഷമിച്ചു തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവവേലയ്ക്ക് ഇറങ്ങേണ്ടവരും വേലയ്ക്കായി വിളിക്കപ്പെട്ടവരും ആ അനുഭവത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള പ്രതിഫലനങ്ങൾ വളരെ ആഘാതമാണ്. അത് സഹിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അത് സഹിച്ചു നിൽക്കുന്നവർക്കും രക്ഷപ്പെടുവാൻ കഴിയും. ആ ഒരു അനുഭവങ്ങളിൽ കൂടെ അന്ന് കടന്നുപോയി. എന്നാൽ പിന്നീട് ഞാൻ ആ സ്വപ്നം കണ്ടത് തീർച്ചയായിട്ടും അതാണ്. ശത്രുവിന്റെ വലിയൊരു കരം എൻ്റെ പിറകിലുണ്ടായിരുന്നു. എന്നാൽ അവിടെയും ദൈവം തന്റെ കരം പിടിച്ച് വഴി നടത്തി. അതൊരു വളരെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം ഇന്നും അത് ഞാൻ ആ സ്വപ്നം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാതെ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവം എവിടെയും എന്നെ നടത്തി. ഒരിക്കലും നീതിമാൻ വീണുപോയാലും ദൈവം തന്റെ കൈ
തന്ന് എന്നെ വഴി നടത്തുന്ന അനുഭവങ്ങൾ. അതുപോലെ തന്നെ ഞാൻ കോവിഡിന്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് 3 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം അറ്റാക്കിൽ കടന്നുപോയി. ഞങ്ങൾ രണ്ടും ഒരു റൂമിലാണ്. മോൻ മാത്രമേ അടുത്ത റൂമിലുള്ളൂ. ഞങ്ങൾ ഒരു റൂമിൽ തന്നെ, പുള്ളിക്കാരൻ എന്തെങ്കിലും വന്നാൽ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു റൂമിൽ തന്നെ ഞാൻ സോഫയിൽ കിടക്കും, പുള്ളി കട്ടിലേ കിടക്കും. അങ്ങനെ അനുഭവങ്ങളിൽ എനിക്കും വളരെ എഴുന്നേറ്റ് നിൽക്കുവാൻ വയ്യ. എന്നാലും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ ഹസ്ബൻഡുണ്ട്, കുഞ്ഞുണ്ട്, അവന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അവൻ അപ്പുറത്തെ റൂമിലുണ്ട്. എൻ്റെ ചേട്ടത്തിയുടെ മോന് വേറൊരു അടുത്ത റൂമിൽ താമസിക്കുന്നു. കാരണം സഹോദരിയും അച്ഛനും ഗ്വാളിയറിലാണ് അന്ന് ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത്. അവർക്ക് അന്ന് അവിടേക്ക് സ്ഥലമാറ്റം കിട്ടി, അവിടേക്ക് പോയി. അങ്ങനെ മോൻ ഇവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവനെ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയേ പറ്റത്തുള്ളൂ. ആ അനുഭവങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ അല്പസമയം വന്ന് വിശ്രമിക്കും. എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ വയ്യെങ്കിലും രാവിലെ അമ്മാമ്മ ഫോൺ ചെയ്ത് എന്നോട് ചോദിക്കും, എടി നിനക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അമ്മാമ്മ, ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയും. അവർക്ക് ആഹാരം ഉണ്ടാക്കി എൻ്റെ മോനെ കയ്യിൽ കൊടുത്തയക്കും. മോൻ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവന്ന് അവനും കൊടുക്കും. അങ്ങനെ വളരെ കഷ്ടതകളിൽ കൂടെ കടന്നു. ഒരു ദിവസം ഞാനിങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് മരണത്തെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് മരണത്തെ പേടിയില്ല. ഇപ്പോൾ നീ മരിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ സഹോദരങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് വരത്തില്ലല്ലോ അപ്പ എന്നെ ഒന്ന് കാണാന്. അങ്ങനെ ഒരു വിഷമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ആൾക്കാരുണ്ട് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു വക്കീലാണ്. അവര് വളരെ നല്ല ആൾക്കാരാണ്. എന്തുണ്ടെങ്കിലും വളരെ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഈ ചോദിച്ച് ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ളവർക്കൊക്കെ ആഹാരമൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുന്ന അനുഭവത്തിൽ ഈ വക്കീല് ഇറങ്ങി പോവുകയാണ്. അദ്ദേഹത്തിന് സുഖമില്ല, പനിയായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കാരണം റൂം ഇങ്ങനെ തുറന്നിട്ടേക്കും, അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഇറങ്ങി പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പുറകോട്ട് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് എൻ്റെ മുന്നിൽ കടന്നു വന്നത്. ഇപ്പോഴും ഞാൻ ഓർത്തു, കർത്താവ്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് അടുത്ത ഒരാളെ കൊണ്ടുപോയി. അത് എന്നെ ഈ ദിവസം വരെ നടത്തിയത് ദൈവത്തിന്റെ അത്ഭുതമാണ് കേട്ടോ പാസ്റ്റങ്ങളെ. ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതം. അതെനിക്ക് പറയുവാനോ വർണ്ണിക്കുവാനോ കഴിയുകയില്ല, അത്രമാത്രം അത്ഭുതമാണ്. കാരണം അന്ന് കണ്ട കാഴ്ച ഇതാണ്. ഞാൻ സ്റ്റെപ്പിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ വീഴുവാൻ തുടങ്ങിയപ്പോൾ ഒരു വലത് കരത്തിന്റെ വിരൽ എനിക്ക് തന്നു. ആരോ എന്നെ തന്നു. അത് ഞാൻ പിടിച്ച് പെട്ടെന്ന് കയറുവാൻ തക്കാണ് ഇടയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ്, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ഒരു അമ്മ, പാട്ടുകാരൻ പാടുന്നത് പോലെ, അമ്മ കരുതുന്നതിനേക്കാൾ ഉപരിയായി ദൈവം എന്നെ കരുതി ഇത്രത്തോളം വഴി നടത്തിയെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അങ്ങനെ 92 ഒക്കെ കഴിഞ്ഞു. 94 എൻ്റെ വിവാഹമായിരുന്നു. ഞാൻ അത്രമാത്രം ആഗ്രഹിച്ച ഒരു വിവാഹമല്ലായിരുന്നു അത്. കാരണം എനിക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പം, കാരണം കിട്ടിയ ആൾ അത്രമാത്രം ആത്മീകമായിട്ടുള്ള ഒരു അനുഭവം അല്ലായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് ഇന്നും ഞാൻ ആ ഒരു വേദന ഇന്നും അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ കൂട്ടത്തിൽ കൈപിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉള്ള അനുഭവമല്ല. കാരണം മോനെ ദൈവത്തിന് വേണ്ടി കൊടുത്തതാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, മോനെ ദൈവത്തിന് വേണ്ടി തന്നതാണ്, എന്നാൽ അവൻ ഈ ലോകപരമായ ജോലിയിൽ അവൻ വ്യാപൃതനാണ് പലപ്പോഴും. ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകളൊക്കെ ദൈവസന്നിധിയിൽ വ്യാപാരം ചെയ്തില്ല എങ്കിൽ കർത്താവ് ചോദിക്കും, നീ അത് മണ്ണിൽ കുഴിച്ചിടാഞ്ഞത് എന്താണ്? നീ അത് വല്ലവരെയും ഏൽപ്പിക്കാഞ്ഞത് എന്താണ്? ഞാൻ അത് പലിശ കൊടുത്ത് വാങ്ങത്തില്ലേ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ചോദിക്കുന്നു. എന്നാൽ അത്
വ്യാപാരം ചെയ്യണം എന്നാണ് ഞാൻ അവനോട് കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ അവനോട് പറയാറുണ്ട്. മോനെ, നീ ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ദൈവസന്നിധിയിൽ വ്യാപാരം ചെയ്യണം, അല്ലെങ്കിൽ ധനവാനെയും ലാസറിനെയും ധനവാന്റെ അനുഭവമായി തീരും നമ്മുടെ ജീവിതം. കാരണം ഈ ലോകത്തിൽ ധനാഢ്യനായി ജീവിച്ചിട്ട് അവന് കിട്ടിയത് അധമ പാതാളത്തിലേക്ക് അവൻ പോകുവാനിടയായി. അതുപോലെ ആകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നിത്യതയിലേക്ക് വേണ്ടി ഒരുങ്ങുന്നതാണ്. ആ നിത്യതയിൽ എത്തിച്ചേരുന്നില്ല എങ്കിൽ നമുക്ക് ഈ ലോക ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ലോകത്തിൽ എത്ര നീ എങ്ങനെ ജീവിച്ചെന്ന്, നീ എത്ര നാൾ ജീവിച്ചെന്നല്ല, നീ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ജീവിച്ചതെന്ന് കർത്താവ് ചോദിച്ചാൽ അതിന് നമ്മൾ ധൈര്യമായിട്ട് ആൻസർ കൊടുക്കണം. ഞാൻ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളവനായി തീർന്നു എന്ന് പറയണം. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക്. എന്നാൽ നമ്മൾ ആരും ഞാൻ പൂർണ്ണതയുള്ളവളല്ല, പൂർണ്ണതയിലേക്ക് ഇതുവരെ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ബലഹീനതകൾ ഉണ്ടെങ്കിലും ദൈവം നടത്തുന്ന വിധങ്ങൾ വളരെയാണ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു, വളരെ കുടുംബ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളുണ്ടായി, വളരെ ഭാരങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും കർത്താവോടെ എല്ലാം അത്ഭുതകരമായി വഴി നടത്തി. ദൈവത്തിന്റെ വളരെ വിശ്വസ്തത വലിയതായിരുന്നു. ഇതുവരെയും കർത്താവ് ആ അനുഭവങ്ങളിൽ കൂടെയൊക്കെ നടത്തി. മകൻ ജനിച്ചു. എനിക്ക് എൻ്റെ അമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ പറയാറുണ്ട്, നിന്റെ ഒരു സമയത്ത് നീ മരണത്തിലേക്ക് കടന്നു പോകുമെന്ന് പറയാറുണ്ട്. ഞാൻ അപ്പോൾ ഒരു 33 വയസ്സൊക്കെ ആയപ്പോൾ പെട്ടെന്ന് അമ്മയുടെ ഫോൺ വന്ന്, സന്തോഷമായിട്ടിരിക്കുന്ന മോളെ, അമ്മ ഫോൺ ചെയ്യുമ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ മോൻ ജനിച്ചു. 10 വയസ്സായപ്പോൾ എൻ്റെ ഫാദർ എന്നെ വിട്ട് കടന്നുപോയി. അതെനിക്ക് വളരെ ജീവിതത്തിൽ അതെനിക്ക് വളരെ ഭാരമായി തീർന്നു. കാരണം അദ്ദേഹത്തെ ഒന്ന് ശുശ്രൂഷിക്കുവാനോ അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്കുവാനോ പലപ്പോഴും എനിക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും എൻ്റെ സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ ഞാൻ വളരെ അതിനകത്ത് വ്യാപൃതയായിരുന്നത് കൊണ്ട് എൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ആ ഒരു വളരെ അഗാധമായ ഒരു ഭാരം എൻ്റെ അമ്മയിൽ കൂടെ എനിക്ക് തീർക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അമ്മ ഇന്ന് ഈ അനുഭവങ്ങളിൽ ഓർമ്മയില്ലാതെ വളരെ ഭാരപ്പെടുന്നു, കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ തൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ എത്തണം എന്നുള്ള വളരെ വാഞ്ച എനിക്കുണ്ട്. ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവെ, എൻ്റെ മാതാവ് ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഒട്ടും ഓർമ്മയില്ല ഇപ്പോഴും ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെയാണ് ഇന്ന് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും രണ്ടുപേരും പരിപാലിക്കുന്നത്. അത്രമാത്രം അനുഭവങ്ങളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. ദൈവം നടത്തുന്ന വഴികൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റങ്ങളെ, ദൈവത്തിന്റെ കരുതലും വിടുതലും വളരെ വലുതാണ്. അത് നാവിനാൽ വർണ്ണിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിക്കുവാനും ഞാൻ ദൈവസന്നിധിയിൽ ഒന്നുമായിട്ടില്ല. കർത്താവ് നടത്തുന്ന വഴികളൊക്കെ ഓർത്തു നോക്കിയാൽ എത്രയോ അഗോചരമായ കാര്യങ്ങളാണ് ദൈവം നടത്തുന്ന വഴികൾ. അങ്ങനെ ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായി നടത്തി, ഇത്രത്തോളം പരിപാലിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തത വളരെ വലിയതാണെന്ന് ഞാൻ ഇപ്പോഴും അനുഭവിച്ചറിയുവാൻ തക്കണം ഇടയാക്കി. എൻ്റെ കുടുംബജീവിതത്തിൽ അങ്ങനെ ഓരോ ദിവസങ്ങളും പുള്ളിക്കാരന്റെ ജോലിയില്ലാതെ വളരെ ഭാരപ്പെട്ടു. എന്നാൽ ദൈവസന്നിധിയിൽ ഞാൻ വിഷയം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, ഹസ്ബൻഡിന് ജോലി കൊടുത്തേ മതിയാവൂ. കാരണം വളരെ ഭാരങ്ങളും കടഭാരങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഭവനം വാങ്ങിച്ചതിലും വളരെ ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജോലിയില്ലാതെ പറ്റുകയില്ലല്ലോ അപ്പ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തക്ക സമയത്ത് അതിനും ഒരു വഴി മുഖാന്തരം. കാരണം കോവിഡിന് എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ പുള്ളിക്കാരന് ജോലി കിട്ടി. കോവിഡിന്റെ പീക്ക് സമയം എന്ന് പറഞ്ഞാൽ ഒരു 2020 ആ പീക്ക് സമയങ്ങളിൽ പുള്ളിക്കാരൻ ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലിയിലേക്ക് കടന്നു പോകണം. പക്ഷെ ഒരാഴ്ച അവിടെ ചെന്ന് നിന്ന് ജോലി ചെയ്യുന്ന അനുഭവങ്ങളിൽ കൂടെ കർത്താവ് നടത്തി.
എന്നാൽ അവിടെ ചെന്ന് നിന്ന് ജോലി ചെയ്യുവാനുള്ള സാഹചര്യം കാരണം വീട്ടിൽ നിന്ന് പോകുന്നതും അവിടെ നിന്ന് പോകുന്നതും ജോലി ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങ് വരുവാണ്, കാരണം ഇവിടെ നിന്നിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, കുഴപ്പമില്ലല്ലോ, ഇനി വന്ന പക്ഷേ പോകുന്ന കാര്യം അന്നേരം പോകാനെ കൊണ്ട് ഇവിടുന്ന് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാം പോലീസ് പ്രൊട്ടക്ഷൻ ആണ്, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവരുടെ ലെറ്റർ ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് അവരൊരു ലെറ്റർ കൊടുത്തു. അങ്ങനെ ലെറ്റർ മേടിച്ച് രാവിലെയും വൈകിട്ടും പോകാൻ അതിനും അവസരങ്ങളെ ദൈവം ഒരുക്കി കൊടുത്തു. അങ്ങനെ എപ്പോഴും ചർച്ചിലുള്ളവർ പോലും പറയും, ദാസ് എന്നാണ് പുള്ളിക്കാരൻ, ജയേശുദാസ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ജയേശുദാസിന് ജോലി, ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് ജയേശുദാസിന് ജോലി കിട്ടിയെന്ന് പറയാം. അത് ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി തന്നെയാണ്. കർത്താവ് നടത്തിയ വഴിയാണത്. അതുപോലെ തന്നെ മോൻ പഠിച്ചു. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാസ്റ്റങ്ങളെ ഞാൻ ഒരിക്കലും എന്റെ വലിയ നന്മ എന്നാണ് ഒരിക്കലും പറയത്തില്ല. അതിലും പിശാചിന്റെ വലിയൊരു പോരാട്ടമാണെന്ന് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. കാരണം അവൻ പഠിച്ച് ഇറങ്ങി ജോലി കൊണ്ടാണ് അവന് വെളിയിലേക്ക് ഇറങ്ങിയത്. പഠിച്ചവന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു അവന് ജോലിയിലേക്കാണ് പിന്നെ അവൻ പ്രവേശിച്ചത്. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ജോലിക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, കാരണം ഞാൻ ഇവനെ ദൈവത്തിന് വേണ്ടി കൊടുത്തതാണ്. അപ്പം പിശാജ് അതിന് സമ്മതിക്കത്തില്ല. കാരണം പിശാജ് ഇവന് ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ജോലിയിലേക്ക് കയറത്തുള്ളൂ. അവനോട് ദൈവത്തിന്റെ വിളിയുണ്ട്, മോനെ ദൈവത്തിന് വേണ്ടി നീ ഇറങ്ങണം, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്ന് പറയുമ്പോൾ അവനോട്, അമ്മേ തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങും, അത് ദൈവം എന്നോട് സംസാരിക്കണം നേരിട്ട്, എങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങുമെന്നാണ് അവൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, പിശാച് അവനെ തളർത്തി കളഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ജോലി അവൻ കയറി കഴിഞ്ഞിട്ട് ആ ജോലി വിട്ട് പിന്നെ ഒരിക്കലും അവന് ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്ന് കാരണം ഈ തലമുറ വളരെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ തലമുറകളെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുവായവൻ എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവമാണ്. ആ അനുഭവങ്ങളിൽ ഒരിക്കലും ശത്രുവിന് ഇഷ്ടമല്ല ദൈവവേല ചെയ്യുന്നതോ ദൈവത്തിന്റെ വചനം വായിക്കുന്നതോ ദൈവവചനം എടുക്കുന്നതോ ശത്രുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവനെ ജോലിയിൽ കൂടെ പഠിച്ചിറങ്ങി അവന് ജോലിയിൽ കൂടെ തന്നെ പ്രവേശിക്കുവാനിടയായി. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് എങ്ങനെയാണ് ഇടപെട്ടത്? ശത്രു അവനിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അപ്പം സമയം ഉണ്ട്, ദൈവത്തിന് സമയമുണ്ട്. കർത്താവിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന് സമയമുണ്ട്. ആ സമയം വരെയും അവന്റെ ഭൗതിക ജോലിയിൽ അവൻ വ്യാപൃതനായിരിക്കും. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കാറുണ്ട്, നിനക്കും ഒരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്, ആ കൊയ്ത്തിനായിട്ട് നീ കാത്തിരിക്കണം, എങ്കിൽ മാത്രമേ ആ കൊയ്ത്ത് കൊയ്യുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഒരുപാട് കുറവുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ദൈവം അതൊന്നും കണക്കിടാതെ വണ്ണം ദൈവം ഇന്നുവരെ സകലതും നീതിയായി കണക്കിടുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വലിയ നന്മയാണ് ഇന്നും നടത്തുന്നത്. എൻ്റെ യാതൊരു കഴിവോ എൻ്റെ വലിയ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല ദൈവം എന്നെ നടത്തിയതും എന്നെ കൊണ്ടുവന്നതും. അനേകായിരങ്ങൾ ജോലി ഇല്ലാത്ത സ്ഥാനത്ത് ഒരു കാര്യം കൂടെ പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പാസ്റ്ററുകളെ. ഞാൻ ആ കഷ്ടതകളിൽ കൂടെ കടന്നുപോയ സമയത്ത് ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് എന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് വിടുവാൻ എൻ്റെ മാതാപിതാക്കളോ മൂത്ത സഹോദരനോ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇനി എന്നുള്ള ആ നിലപാടിലേക്ക് അവരെത്തിച്ചേർന്നു. എന്നാൽ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മൂത്ത സഹോദരനോട് പറഞ്ഞു, അവള് പോകട്ടെ, അവള് അവള് ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇവിടെ നിന്നൊക്കെ ജോലി വിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ജോലി ഇല്ലാതെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാനിങ്ങനെ ഒരു പത്രം എടുത്ത് ഇങ്ങനെ കർത്താവ് ജോലി ഇല്ലാതെ എങ്ങനെയാണ് ഈ പട്ടണത്തിൽ നിൽക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു പത്രം എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് വായിച്ച്, അപ്പോഴൊരു ഇന്റർവ്യൂവിനൊരു പേപ്പർ അത് കണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ വിളിച്ചു. അന്നേരം അവര് പറഞ്ഞു ആപ്ലിക്കേഷൻ കൊടുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചതിന് ശേഷം ഇന്റർവ്യൂവിനൊക്കെ എടുത്തു പാസ്സായോ എന്ന് എനിക്കറിയത്തില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾ അറിയിപ്പിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു 35 പേര് ഇന്റർവ്യൂ എടുത്ത സ്ഥാനത്താണ് ഞാൻ നിന്നെ
അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഞാനും ദൈവത്തെ സ്തുതിച്ചു, കർത്താവേ അങ്ങ് എത്ര വലിയവനാണ്, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ദൈവം എന്ന് ഞാൻ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി. കാരണം അത് എങ്ങനെ അത് വർണ്ണിക്കുവാൻ, അതെങ്ങനെ വിവരിച്ച് ദൈവസന്നിധിയിൽ വെക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം അനുഭവങ്ങളിൽ കൂടെ കർത്താവിനെ ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്നത് ഓർത്താല് ദൈവത്തിന്റെ നീതി വളരെ വലുതാണെന്ന് ഞാൻ എപ്പോഴും ദൈവസന്നിധി പറയാറുണ്ട്. അതെന്റെ മോനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മോനെ, ദൈവം ഇതുവരെയും നടത്തിയത് സ്വന്തം കഴിവല്ല, ഞാൻ അന്വേഷിച്ചതോ ഞാൻ ചെയ്തതോ അല്ല, എന്നാൽ ദൈവം നടത്തിയതാണ്. ആ അവസ്ഥകളിൽ കൂടെ കടന്നുപോയി അവൻ ജോലി ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാറ് മേടിക്കണം മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ ശരി, ഓക്കെ, അങ്ങനെ കാറ് മേടിച്ചു. കാറ് മേടിച്ചപ്പോൾ അത് ഇടുവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കുറവായപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അത് പാർക്ക് ചെയ്യുവാനുള്ള സാഹചര്യമില്ല. കാരണം ഇവന്റെ ജോലി അങ്ങനെയുള്ള ജോലിയാണ്. കാരണം ഇവൻ ജേർണലിസം പഠിച്ചത് കൊണ്ട് ഇവന്റെ ഡ്യൂട്ടി ടൈമുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ ചിലപ്പോൾ 4 മണിക്കായിരിക്കും അവൻ വരുന്നത് വരെയും ഞാൻ ഉണർന്നിരിക്കും. എൻ്റെ വീട്ടുകാരെല്ലാം എന്നെ വഴക്ക് പറയും, നീ അത്രമാത്രം അഡിക്റ്റ് ആവരുത് അവന്റെ കാര്യങ്ങളിൽ. ഒരു ഡോക്ടറിനെ, കാരണം ഞാൻ അന്ന് ഒരു രോഗിയായി തീർന്ന് പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു വിഷയം ഇതാണ്, നിന്റെ മകൻ അവൻ സ്വസ്ഥാനത്ത് നിന്ന് അവൻ ജോലി ചെയ്യുമ്പോൾ നീ എന്തിനാണ് ഇത്ര മാത്രം ഭാരപ്പെടുന്നത്, അല്ലെങ്കിൽ അവൻ കയറി വരും അവൻ. കാരണം ഞാൻ പറയും, ശരിയാണ്, കാരണം ഇന്നത്തെ തലമുറയെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും. എവിടേക്കാണ്, എങ്ങനെയുള്ള യാത്രകളാണ്, എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, എങ്ങനെയുള്ള യാത്രകളാണ്, ആരാണ് കൂട്ടുകാരെന്ന് അറിയത്തില്ല. കാരണം ജോലി എങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കുവാൻ കഴിയാത്ത, കാരണം ഞാൻ പല ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ പറയുവാൻ എളുപ്പമുണ്ട്, പക്ഷെ അത് ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീട് മേടിക്കണമെന്ന്, ആ വാങ്ങിച്ച വീട്ടിൽ വിട്ടിട്ട് വേറൊരു വീട് വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ പ്രാർത്ഥനയിൽ കൂടെ കടന്നുപോയി. തീർച്ചയായിട്ടും പെട്ടെന്ന് വീട് വിറ്റു. എന്നാൽ ഒരു വീട് വാങ്ങിക്കുവാനുള്ള സാഹചര്യം വളരെ പ്രയാസമായി തോന്നി. കാരണം വിറ്റ പൈസയിൽ ഡബിൾ, അതിനേക്കാൾ കൂടുതൽ പൈസക്കാണ് പിന്നെ ഒരു വീട് നമുക്ക് മേടിക്കുവാൻ കഴിയത്തുള്ളൂ. അത്രമാത്രം പ്രയാസത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, നിനക്ക് തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഒരു വീട് തരും എന്ന് പറഞ്ഞു. ഞാൻ ഒരു തിങ്കളാഴ്ച കടന്നുപോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് തിങ്കളാഴ്ച ആയല്ലോ, പിന്നെ ഇതുവരെയും വീട് കിട്ടിയില്ല. നെക്സ്റ്റ് രണ്ടാമത്തെ തിങ്കളാഴ്ച ആയപ്പോൾ വീട് ദൈവം ഒരുക്കി തന്നു. അതൊക്കെ ദൈവം എന്ത് എന്നോട് സംസാരിച്ചോ അതെല്ലാം ഇന്ന് വരെ, ഈ നിമിഷം വരെയും അതുപോലെ തന്നെ ദൈവം എന്നെ നടത്തി. എൻ്റെ മാവിമാരൊക്കെ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച്, നിന്റെ ശ്വാസം നിന്നിൽ നിന്ന് എടുത്തു. കാരണം എൻ്റെ മാവിമാരെയൊക്കെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയും അവരെ ഞാൻ കരുതുകയും ചെയ്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം എൻ്റെ മൂത്ത മാവി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ട് അവരെന്നെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തെന്നാൽ അവരൊന്നും ഈ ലോകത്തിൽ ഇന്നില്ല. ദൈവസന്നിധിയിൽ അവരൊക്കെയും വിശ്രമിക്കുന്നു. എൻ്റെ മാവി മരിച്ചുപോയ തലേ രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു, നിന്റെ ശ്വാസം നിന്നിൽ നിന്ന് എടുത്തോണ്ട് പോയാൽ നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പ്രയാസമൊന്നുമില്ല, മരണത്തെ എനിക്ക് പേടിയില്ല, ഞാൻ മരണത്തെ ഇന്നുവരെയും പേടിച്ചിട്ടുമില്ല. കാരണം കർത്താവ് തരുന്ന ആയുസ് ദൈവം തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ എടുത്തു കളയുമ്പോഴാണ് നമുക്ക് പേടി തോന്നുന്നത്. അപ്പം എനിക്കതിനകത്ത് പേടിയില്ല കർത്താവെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം ഇന്ന് നിന്റെ ശ്വാസം എടുത്തുകൊണ്ട് പോവാണ്. കാരണം എൻ്റെ മാവി പിറ്റേന്ന് മരിക്കുകയാണ്. മാവി പിറ്റേന്ന് മരിച്ചുപോയി. എനിക്ക് വളരെ വിഷമം തോന്നി. കർത്താവ് ഇതാണോ എന്നോട് ചോദിച്ചത്, എൻ്റെ ശ്വാസം എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണോ എന്ന്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് എന്നോട് ഇടപെട്ടോ ഇന്ന് വരെയും ആ ദൈവത്തിന്റെ ആത്മാവിലാണ് എന്നെ ഇന്ന് വരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. ഞാൻ എപ്പോഴും
കാരണം ഞാൻ ദൈവവുമായിട്ട് എപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ ഞാൻ വഴിയിൽ ഓഫീസിലേക്ക് കടന്നു പോകുന്ന ഇവിടുന്ന് ഇറങ്ങുന്ന സമയം മുതൽ സ്തോത്രം പറഞ്ഞങ്ങ് ചിലപ്പോൾ ബസ്സിൽ കയറിയിരുന്നും പാട്ട് പാടിയും സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും ഒക്കെ ആയിരിക്കും ഞാൻ ഓഫീസിലെത്തുന്നത്. അതൊക്കെ ആയിരിക്കാം കർത്താവിന്റെ നീതി എന്ന ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അതിലൊന്നും പൂർണ്ണതയുള്ളവളല്ല. ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാനങ്ങ് പൂർണ്ണതയുള്ളവളാണെന്ന് ഒരിക്കലും എനിക്ക് പറയുവാൻ അധികാരമില്ല. ഞാൻ ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നതുമല്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ചോദിക്കും, കർത്താവേ, ആ പ്രാകാരത്തിന്റെ വാതിലെങ്കിലും എനിക്ക് കാണുവാൻ കഴിയുമോ അപ്പ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ മോനോടും അത് പറയാറുണ്ട്. നമ്മുടെ ജീവിതം, ഈ ലോക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിൽ കഴിക്കുന്നോ അതെല്ലാം ദൈവം നീതിയായി കണക്കിടും. സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും കർത്താവ് നമ്മളോട് ഉപദേശിക്കാറുണ്ട്. ആ ഉപദേശം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്. മോനെ ഇന്നിവിടെ ഇല്ല, അവന് ഛത്തീസ്ഗഡിലാണ്, അവന്റെ ജോലിയുടെ ബന്ധത്തിൽ അവൻ അവിടെ ആയിരിക്കുന്നു. എന്നാലും ഞാൻ ഫോൺ ചെയ്ത് പറയും, മോനെ പ്രാർത്ഥിക്കണം. അന്നേരം അവൻ പറയും, ഓഫ് കോഴ്സ് മമ്മി, ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടാകണമെന്ന് പറയും. ദൈവ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന് ഞാൻ അവനോട് ഉപദേശിക്കാറുണ്ട്. കാരണം ഇന്നത്തെ വഴികൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല പാസ്റ്ററിങ്ങളെ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിലേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ എന്ന് ദൈവാത്മാവ് എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. ആ അനുഭവങ്ങളിൽ കൂടെ കർത്താവ് നടത്തുന്നത് വളരെ വലുതാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ അതെന്നെ എന്നിൽ തന്നെ ഞാൻ സംസാരിക്കാറുണ്ട്. ദൈവം നടത്തുന്ന വഴികൾ വലുതാണല്ലോ എന്ന്. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന കർത്തദാസനും ഇത് കേട്ട് അനേകർക്ക് വിടുതലായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം അനുവദിച്ചു തന്ന ദേവദാസിനോടുള്ള എൻ്റെ നന്ദിയെയും സ്നേഹത്തെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുപാദപീഠത്തിൽ ഇത്രത്തോളം ആയിരിപ്പാണ്ടക്കണം സഹായിച്ചല്ലോ അപ്പാ. നന്ദിയുള്ളവളായി ദൈവസന്നിധിയിൽ പിന്നെയും ആയിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ കർത്താവെ, അങ്ങക്ക് നന്ദി പറയുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പ്രത്യേകാലെ ആരോമ ടിവിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിൽ കൂടെ അനേക ദൈവിക സാക്ഷ്യങ്ങൾ കർത്താവെ അനേകർക്ക് കേൾക്കുവാൻ തക്കവണ്ണമിടയായി അനേകർ ദൈവനാമ മഹത്വത്തിനായി തീരുവാണ്ടക്കൂടും കർത്താവ് സഹായിക്കുമാറാകണം. ഇതിന്റെ ചാനലിൽ പ്രവർത്തിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അനേകർക്ക് അനുഗ്രഹമായി തീരുവാണ്ടക്കൂടും കർത്താവ് സഹായിച്ചാട്ട്. സ്വർഗം അവിടുന്ന് സകലതും നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാലോ. സ്തോത്രം. ദൈവനാമത്തിൽ സകലതും ഹാലലൂയ അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരുവാണ്ടക്കൂടും ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാലോ. സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്ന കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഗ്രേസ്. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണകരമായ ഒരുപാട് അനുഭവങ്ങൾ, ഒത്തിരി വേദനാജനകമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇന്ന് ജീവിച്ചിരുന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നത് തന്നെ ദൈവത്തിൻ്റെ മഹാകരുണ, കൃപ എന്ന് ഒന്നല്ലാതെ മറ്റൊന്നില്ല. ആകയാൽ ഈ ജീവിത അനുഭവത്തിൻ്റെ വാക്കുകൾ അനേക പ്രിയപ്പെട്ടവർ കേൾക്കുമ്പോൾ അവരുടെയും ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഇന്നും നമ്മെ ജീവനോടെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ദൈവനാമം അതിലൂടെ മഹിമപ്പെടുത്തുവാൻ മുഖാന്തരമാക്കി തീർക്കുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com